ഹായ്, പ്രിയങ്കയുമായിട്ടൊരു ഇൻ്റർവ്യൂ ഹൈദരാലിക്ക് വയറ് നിറച്ച് പ്രിയങ്ക കൊടുത്തു. ഇതാണ് ക്യാപ്ഷൻ. ആക്ച്വലി ഇത് രണ്ടുപേരുടെയും ഡ്രാമയാണെന്ന് എത്ര പേർക്കറിയാം. ആ സിനിമ ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ജാഫർ ഇടുക്കിയും പ്രിയങ്കയും ഒക്കെ ചേർന്നിട്ടിരുന്ന് ഒരു സിനിമയുടെ പ്രൊമോഷൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, അതൊന്നും ആരും കാണാൻ പോകുന്നില്ല. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സുന ആണ് എന്നുള്ളത് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. എനിക്കങ്ങനെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അല്ലാണ്ട് പ്രിയങ്കയ്ക്ക് ഭയങ്കര എതിർപ്പ് തോന്നി, ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് തോന്നി, ധൈര്യമായിട്ട് അതിനെ എതിർത്തു എന്നുള്ള ടൈമൊന്നും പറയണ്ട. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻപ് അവർ ചെയ്ത ഒരു വീഡിയോ ഒന്ന് കാണാം. ആരൊക്കെ? ഹൈദരാലിയും പ്രിയങ്കയും തമ്മിൽ ഒത്തിരി ദിവസമൊന്നുമല്ല, ഒരു 6 മാസം പിന്നോട്ട് സഞ്ചരിച്ചാൽ 6-ാം മാസത്തിൽ നടത്തിയ അതികുലങ്കുശിതമായ ഒരു ഇൻ്റർവ്യൂ. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ അല്ല, പഴയ ഒരു ഇൻ്റർവ്യൂ ആണ് 6 മാസം മുമ്പുള്ളത്. ഹേമ കമ്മിറ്റി പുറത്തു വരുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. തുടങ്ങാം. തുടക്കം തന്നെ താരസംഘടന അമ്മയിലൊക്കെ മെമ്പറാണ്. തുടക്കം തൊട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സംഘടനയിൽ നിന്നും എങ്ങനെയായിരുന്നു ഹെൽപ്പ്? രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അതെ, എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗണേശേട്ടനാണ്. കാരണം ഗണേശേട്ടനായിരുന്നു ഞാൻ ഫസ്റ്റ് വിളിച്ച് പറയുന്നത്. ഗണേശേട്ടൻ MLA ഗണേശേട്ടനാണ് വിളിച്ച് പറയുന്നതും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഗണേശേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ്, പ്രിയങ്ക ആ കുട്ടി നിരപരാധിയാണ് എന്നൊരു വാക്ക് ഗണേശേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ നിരപരാധിയെന്ന് ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ ആദ്യം വിളിച്ച് ഗണേശേട്ടൻ പറഞ്ഞ വാക്കാണ് പ്രിയങ്ക നിരപരാധി എന്നുള്ള തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗണേശൻ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിരപരാധി എന്ന് പറഞ്ഞ ഒരാൾ നിരപരാധിയെന്ന് തെളിയിച്ച് അവർ വന്നിട്ടുണ്ട്. ഇനി അവരാരും ക്രൂശിക്കരുതെന്ന്. ഗണേശേട്ടൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരത്തേക്ക് ഒരു കേസിൽ നിന്ന് ഊരാൻ പറ്റിയത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇത് തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലുള്ള കാര്യം. അവിടെ ക്രിമിനലുകൾക്കാണ് അക്സെപ്റ്റൻസ് കൂടുതലെന്നാണ് ആ കുട്ടികളും പറഞ്ഞത്. WCC അംഗമാണ്. WCCയിൽ പ്രിയങ്ക കയറിയിട്ടില്ല, പോകാൻ തയ്യാറല്ല. കാരണം അവൾ അമ്മയുടെ ആളാണ്. അമ്മ മാസം 5000 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കൂത്രേ. ആ 5000 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരത്തി നിന്നതെന്ന് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്. അത് പിന്നീടാണ്. ആദ്യം പറയുന്ന കാര്യം ഒരു കേസിൻ്റെ കാര്യം പറയുന്നു. കേസ് എന്താണെന്നാണ്? കാവേരി അറിയുമോ നിങ്ങൾക്കൊക്കെ? പണ്ടൊരു നടിയാണ്, ഇപ്പോൾ ഒരു സംവിധാനമൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായാലേ. കോൺട്രവേഴ്സി ഒരുപാടുണ്ട് അവരുടെ ലൈഫിനെ പറ്റിയിട്ട്, അതൊന്നും നമുക്ക് വേണ്ട. പക്ഷെ കാവേരി അറിയുന്നവർക്കറിയാം, ആ പെൺകുട്ടിയെ അവളുടെ നഗ്നചിത്രങ്ങളുണ്ടെന്നും ആ നഗ്നചിത്രങ്ങൾ ക്രൈം നന്ദകുമാറിനെ കൊടുക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. ഈ ബ്ലാക്ക് മെയിലിങ്ങിനെ കയ്യോടെ പൊക്കി അവളുടെ അമ്മ പൈസ കൊണ്ടിട്ട് കൊടുത്ത് വിത്ത് എവിഡൻസോടുകൂടി പോലീസ് കയ്യോടെ പിടിച്ചു. അന്നത് ഭയങ്കര കേസായിരുന്നേ. ഒത്തിരി പേർക്ക് മനസ്സിലായിരുന്നു ഈ പ്രിയങ്കയുടെ കള്ളത്തരങ്ങളൊക്കെ. അപ്പോൾ പ്രിയങ്കയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അമ്മ സംഘടനയായിരുന്നു. അതങ്ങനെയല്ലോ, സ്വാഭാവികം. നമ്മുടെ ഇരയെ അതിഭീകരമായി റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് ആ ഇരയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്ന രീതിയിൽ വേട്ടക്കാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് WCC എന്ന സംഘടന തുടങ്ങാനുള്ള കാരണം തന്നെ. അപ്പോൾ ഇപ്പോൾ ഇവളെ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞ് നടക്കുന്നവരോട് എൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ശരിക്കും ഇവളെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു വീഡിയോകൾ ഇറക്കിയിട്ടുള്ളത്? എനിവേ, കാരണം അമ്മയിൽ വന്നിട്ട് എനിക്ക് അമ്മയിൽ നിന്നും ഒരു എതിരഭിപ്രായം വന്നിട്ടില്ല. ഞങ്ങൾ 2 ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ആ സമയത്തും തീരുമാനിച്ചിട്ട് എന്താണ്, കേസിൻ്റെ വിധി വരട്ടെ, അതുവരെ അമ്മയെന്ന് പ്രിയങ്കയെ പുറത്താക്കാനോ നടപടിയെടുക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്കെതിരെയോ ആർക്കെതിരെയോ എനിക്ക് ഒരു പറയും, അഥവാ എന്നെ അതിൽ നിന്ന് പുറത്താക്കുമോ അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നാലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല. എനിക്കോ? ഞാൻ അങ്ങനെ കൈപ്പേറിയ അനുഭവം കൊണ്ട് വന്ന് തിരിച്ച് അതിനേക്കാൾ ഇരട്ടി കൊടുത്തിട്ട് ഇറങ്ങി പോകും. എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവം ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ഒരിടത്ത് നിൽക്കാറില്ല ഒരു ലൊക്കേഷനിലും. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലർ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൈദരാലിയുടെ കയ്യിരിപ്പാണെന്നല്ലേ തോന്നുന്നത്? ഹൈദരാലിക്ക് 6 മാസം മുമ്പ് അവർ കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ്, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ കഥവൊന്നും ആരും മുട്ടിയിട്ടില്ല എന്ന്. എന്താ ഹൈദരാലിക്ക് മറന്നുപോയാൽ? പ്രിയങ്കയെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്തത് ഹൈദരാലി തന്നെയല്ലയോ? അലിക്ക് മറന്നുപോയി. അലിക്ക് എന്താ മറവിയുണ്ട്? അൽച്ചിമേഴ്സ് ഉണ്ട് അലി, അറിയാത്തുണ്ട് ചെയ്യുന്നതിന്. ഇതേ സാധനം, അതായത് ഇതൊരു 45 മിനിറ്റോളം പോകുന്ന ഒരു വലിയ ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ഒരു 8 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു ഇതില്ല. ഞാൻ ഇഷ്ടത്തോടു കൂടി പോയിട്ടേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നെ അങ്ങനെ ആരും കൊണ്ടുപോകാറില്ല. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയും മറ്റൊരു പ്രൊമോഷൻ്റെ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തത് പ്രേക്ഷകരെ പറ്റിക്കുക എന്നുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. അലിഗേഷൻസ് പറയുക, പിന്നെ അവതാരകനെ അടിക്കാനായിട്ട് എഴുന്നേൽക്കുക, അതിന് കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടുക, ആളുകൾ ആ ഇൻ്റർവ്യൂ തേടിപ്പോയി കണ്ടുപിടിക്കുക, എന്നിട്ട് അതങ്ങോട്ട് പറയുക. ബൈ ദ വേ, ആ ഇൻ്റർവ്യൂ ഞാൻ കാണാൻ പോലും പോയില്ല. കാരണം എനിക്ക് സ്ട്രാറ്റജി ആദ്യം തന്നെ മനസ്സിലായി. ആദ്യത്തെ കുറച്ച് പോർഷൻ മാത്രം ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സ്ട്രാറ്റജിയാണ്, അല്ല അവർ തമ്മിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ പട്ടി ഷോ മാടം കാണിച്ചത് മാടത്തിന് കുറച്ചുകൂടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേസ്റ്റ് പരിപാടിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
എനിക്കൊന്നും തോന്നിയിട്ടില്ല. പ്രിയങ്ക ഉള്ള ലൊക്കേഷനിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ട് പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രിയങ്ക അതിനകത്ത് ഇടപെടുകയും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പ്രിയങ്ക ഉണ്ടായിരുന്ന സൈറ്റിൽ മറ്റു പെൺകുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാൻ പ്രിയങ്ക ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ഈ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് ചോദിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. അവിടെ പ്രോബ്ലംസ് ഉണ്ട്, അവൾക്കത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതില്ലാത്തവരോ എല്ലായിടത്തും ഈ പറയണ പ്രിയങ്കയും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. കൺസെൻറ്റോട് കൂടി വല്ലവർക്കും പോയി മലന്ന് കിടന്ന് കൊടുക്കുന്നവർക്കല്ല ഈ കമ്മിറ്റിയെ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്. കൺസെൻറ്റ് ഇല്ലാതെ വേറെ വഴിയില്ലാണ്ട് ഇവർക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കമ്മിറ്റിയുടെ ആവശ്യകത അവിടെ വന്നത്. ബാക്കി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നമ്മൾ ആ ലൊക്കേഷനിൽ അല്ലേ. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോവാം. ആരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ എനിക്ക് അലിയോട് സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. അത് നാളെ അലിനോട് ഞാൻ കുറേ സംസാരിച്ചിട്ട് നാളെ അലി എന്തെങ്കിലും പറയുമ്പോൾ സംസാരിച്ച് അന്ന് ഇത് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് തെറ്റാണ്. ചെയ്യരുത്, ഒരു പെണ്ണും ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കണം അതുപോലെ. അലി എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അലി ആ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ ആവർത്തിക്കരുത് അന്ന് പറയണം. കുറേ നാൾ കഴിഞ്ഞിട്ട് അന്ന് അലി അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു വരുന്നത് ഒരു പെണ്ണിന് ചേർന്നതല്ല. ഈ ഫീൽഡിൽ അത് ശരിയല്ല. ഈ ഫീൽഡിൽ പലതും പറയുന്നുണ്ട്, അവർ അങ്ങനെ പോയി എന്താണ് ആ പറയുന്നതിന് അർത്ഥമുള്ളത്? എൻ്റെ ഇഷ്ടമാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമായി മാത്രം കാണണം. അല്ലാതെ അത് നടന്ന് അവിടെ ഇവിടെയൊക്കെ കുറേ പോയി കുറേ കഴിഞ്ഞും ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു പെണ്ണും ഒരു കാരണവശാലും അങ്ങനെ ഒരാളെ ആരോപിക്കരുത്. ഞാൻ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. കാരണം നമ്മൾ ചെയ്തു പോയിട്ട് പിന്നെ അവർ എന്തിനാണ് കാര്യം വരുത്തേക്കുന്നത്? പോവാതിരുന്നൂടെ? അല്ലെങ്കിൽ ആ പോയി കഴിഞ്ഞാൽ അത് വെച്ച് തീർത്തോണം, പിന്നെ തിരിഞ്ഞു കുത്തല്ല വേണ്ടത്. ആരും ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി, ആരെങ്കിലും അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകും, കെട്ടി വിളിച്ച് കൊണ്ടുപോകും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാ? ഇത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി സംസാരിച്ച് അവരായിട്ട് നടന്ന് പടം ചെയ്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതൊക്കെ കറങ്ങിയടിച്ച് നടന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങനെ ചെയ്തില്ലെന്ന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ പോയിട്ടില്ലേ, നമുക്ക് പോയിരുന്ന ഇവിടെ ഒന്നുമല്ല. ഇപ്പം എന്നെ 10 പേരും കൂടെ ബലമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാം, എനിക്ക് പറയാം, അവകാശമുണ്ട് എനിക്ക്. ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ അലിയോട് സംസാരിക്കുന്നു, ഫോൺ ചെയ്ത് എപ്പോഴും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണം. അതിൽ കുറ്റം പറഞ്ഞിട്ട് പിന്നെ നാളെ അലി അത് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് അലി തെറ്റായിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരുത്താം. അലി ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇനി മേലെ എന്നോട് അലിയോട് സംസാരിക്കരുത് ഞാൻ പറയാം അല്ലേ. കുറേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് കിട്ടാതെ എന്തെങ്കിലും ഞാൻ അലിയുടെ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ അലി കുറ്റം പറയാനുള്ള തെറ്റാ, ഞാൻ നിൽക്കില്ല. ഇത് ഇല്ല പെണ്ണുമ്പളെ ഉദ്ദേശിച്ചാണ്, ഇല്ല പെണ്ണുമ്പളെ മാത്രം ഉദ്ദേശിച്ചാണ്, ഇല്ല പെണ്ണുമ്പളെ തന്നെ ഉദ്ദേശിച്ചാണ്. തർക്കം വേണ്ട. അത് തന്നെയാണ്. പ്രശ്നങ്ങളുമായാണ് WCC എന്ന പ്രസ്ഥാനം ഉണ്ടായത് അല്ലെ, അമ്മയായിട്ട് തടസ്സങ്ങളായിട്ട് എതിർപ്പുണ്ടായിട്ട്. ആ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ കാണാനാ? ഓരോരുത്തർക്കും ഓരോ തീരുമാനമല്ലേ. അവർ WCC കുറ്റം പറയുന്നത് ഞാനാണല്ല, സ്ത്രീകളുടെ ഒരു സംഘടന കൊണ്ട് വന്നതാണ്. അമ്മയ്ക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയുക, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് നമ്മളിപ്പോൾ അതിലും അംഗമാവണമെന്നൊന്നുമില്ല, നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന മറ്റുള്ളവരുടെ, നമ്മൾ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരുപാട് എതിർ അഭിപ്രായങ്ങളുണ്ടാവും. അമ്മയിലുള്ളതും വലിയ ആൾക്കാരെ അമ്മയിലിരിക്കുന്നത്, അതായത് നമ്മുടെ സിനിമ രംഗത്ത് ഏറ്റവും മുതിർന്ന ആൾക്കാർ അതിനകത്തുള്ളത് അല്ലേ. അപ്പോൾ WCC എന്ന് പറഞ്ഞൊരു എതിര് വന്നിട്ട് അത് ഫൈറ്റ് ചെയ്തിട്ട് എന്തിനാണ് നമ്മുടെ കലാപരമായ എത്രയോ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വെറുതെ ഇരിക്കണമെന്ന് അറിയോ? ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളെ വെറുതെ ഇരിക്കണം ഇപ്പോൾ വർക്ക് ചെയ്യാതെ. ഈ കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കെതിരൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമുള്ള ഒരു സംഘടനയിൽ ചേരുന്ന എന്നെ നിർബന്ധിച്ച് ചേർക്കില്ല, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചേർന്നതല്ലേ. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല, അവരുടെ ഇഷ്ടത്തിൽ. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ തന്നെയല്ലേ കാരണം ഉണ്ടാക്കുന്നത്. ഒരു ലൊക്കേഷനിൽ പോയിട്ട് അയാൾ തോണ്ടി എൻ്റെ പിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് തോണ്ടോ പിച്ചോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലേ? എന്തിനോ വേറൊരു സംഭവം ഇപ്പോൾ പറയേണ്ട ലൊക്കേഷനിൽ സെർച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? ശരിയാ. ഇവിടുത്തെ പോലീസ് ഓഫീസ്, അതായത് പോലീസിൻ്റെ സ്റ്റേഷൻ കംപ്ലീറ്റ് പിരിത്തങ്ങോട്ട് വിടണം. നമ്മളങ്ങോട്ട് പ്രതികരിച്ചാൽ പോരായോ? അതെന്തിനാ പിന്നെ അതിനൊരു കമ്മീഷനോ അതിനൊരു കമ്മിറ്റിയോ അതിന് കാര്യമില്ല കൊച്ചു പറയണത്. കൊച്ചിന് നല്ല പൊതുബോധമുണ്ട്. അതായത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ മിസ്ബിഹേവ് ചെയ്താൽ നിങ്ങൾ പ്രതികരിക്കണം, അത്ര മതി. ഈ പ്രതികരണം കഴിയുമ്പോൾ ഒരു ആക്ഷൻ വേണ്ടായോ? ആ ആക്ഷൻ ആ കുട്ടി ഉറച്ചു നിൽക്കണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് ചുറ്റും വേണ്ടായോ? തനിച്ച് നിൽക്കുന്നവരെ അടിച്ചിടാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ. ബോധമില്ല, അതുകൊണ്ടാണ് പറയട്ടെ. എന്താ അതിൻ്റെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എനിക്ക് ഇത്രയും വർഷം, ഞാൻ 30ാമത്തെ വർഷമായിട്ടുണ്ടാവും ഫീൽഡിൽ വന്നിട്ട്. എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വർക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് തിരിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും സംസാരിച്ചോ, ശരി ഇത് വിളിച്ച് നിർത്ത്, ഞാൻ പോകാമെന്ന് പറഞ്ഞു പോന്നിട്ടേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്തൂടെ? എന്തിനാ അതിന് പ്രത്യേകിച്ചൊരു സംഘടന? ഈ സംഘടനയ്ക്ക് WCCയുടെ പ്രവർത്തനം ഏത് മേഖലയിലാണ് പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നു. ഇപ്പോൾ WCCയുടെ പ്രവർത്തനം എന്താണെന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയിലും അല്ലേ ആണല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പോകാറില്ല. കാരണം നമുക്ക് അമ്മയെ നമ്മൾ കുറ്റം പറയില്ല. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് ഒരു പരിധിയുണ്ട്. ആർട്ടിസ്റ്റ് ഒരു 5000 രൂപ വെച്ച് എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ബാങ്കിൽ വരുന്നുണ്ട്. ഈ 5000 രൂപയും കൊണ്ട് ഓരോ വീട്ടുകാരും ജീവിക്കുന്നുണ്ട്, മരുന്നും വാടകയൊക്കെ കൊടുത്ത്. അത് ഞങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൈവസി വേണമെന്ന്. അത് തെറ്റാണോ? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ? അത് കോടതിയുടെ ഇടപെട്ട് രൂപീകരിച്ചു. അത്തരം ഒരു കമ്മിറ്റി വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ഇപ്പോൾ എവിടെയാ കമ്മിറ്റി? എവിടെയെങ്കിലും കാണാറുണ്ടോ? ഉണ്ടോ? അല്ല അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അന്വേഷണം ഇവിടെ വന്നിട്ടുണ്ടോ? ഇതൊക്കെ പറയലാണ്. മേടിച്ച് വരെ കാര്യങ്ങൾ കിട്ടി, അത് പ്രവർത്തിക്കുന്നുണ്ടോ? ആണോ? ഇപ്പം അമ്മ എവിടെയുണ്ട്? അമ്മയിലുള്ള ആൾക്കാരൊക്കെ എവിടെയുണ്ട്? പ്രിയങ്ക അതിനൊരു ഉത്തരം പറഞ്ഞാണ്, അവരൊക്കെ എവിടെ പോയി?
അമ്മ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ രീതിയിലേക്ക് എത്തിയോ? അതാണ് പെണ്ണിൻ്റെ പവർ മനസ്സിലാക്കാത്തത് പെണ്ണിനാണെന്നുള്ളതിൻ്റെ തെളിവാണ് പ്രിയങ്ക ചേച്ചി. ചേച്ചി എന്താ പറയണതെന്ന് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ചേച്ചി വിചാരിച്ച് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരത്തില്ല. കാരണം അണ്ണൻ ഗണേശ് അണ്ണനാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ചേച്ചിക്ക്. പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടിട്ട് നമ്മൾ കാണുന്നില്ല എന്നങ്ങ് വിചാരിക്കുന്നു. വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് തീവ്രമായ മോശമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത്. പകരം അമ്മയെ ബൂസ്റ്റപ്പ് ചെയ്ത് അമ്മച്ചിയോട് പോയി പിന്നെയും മയക്ക് കൊണ്ട് ഇത് ചോദിച്ച അലിക്ക് ആ പെണ്ണുമ്പിള്ള കൊടുത്ത മറുപടിയുടെ അർത്ഥം അവർക്ക് സ്വാഭിമാനബോധം ഉണ്ട് എന്നുണ്ട്. ആ തള്ളയ്ക്ക് ഒരു പൊടി പോലും സ്വാഭിമാനബോധം ഇല്ല എന്ന് ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാകും. 6 മാസം മുമ്പ് ഹൈദരാലി തന്നെ ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണിത്. നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു കമ്മിറ്റി വന്നിട്ട് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ആര് ചോദിച്ചിട്ടുണ്ട്? ഇതൊക്കെ ശ്രദ്ധ. പിന്നെ ഈ കംപ്ലൈൻറ്റ് കമ്മിറ്റിയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് എന്താ അവിടെ നടക്കുന്നത് അതിന് സിനിമാ ഫീൽഡിൽ ഇപ്പം എന്ത് നടക്കുന്നുണ്ട്? എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവം എനിക്ക് വരുന്നില്ല. മറ്റുള്ളവർ വരാതിരിക്കാൻ അവർ നോക്കണം. എന്ത് കംപ്ലൈൻറ്റോ കമ്മിറ്റിയോ എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഇരയെ കാറിനകത്തിട്ട് ബലാത്സംഗം ചെയ്തല്ലോ, അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? അത് ഈ പേങ്ങൻ ചോദിച്ചില്ല. ഈ പോങ്ങൻ അന്ന് ചോദിക്കണമായിരുന്നു. അത് തള്ളെ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നില്ലേ? അപ്പോൾ അവിടേക്ക് ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അമ്മ ഇടപെട്ടോ? അമ്മ നീക്കി നിർത്തിയോ? വേട്ടക്കാരനെ അവിടെ ചേർത്ത് പിടിച്ചല്ലേ ഉള്ളൂ. പൊതുജനം ഇളകിയപ്പോഴല്ലേ ഒന്ന് നീക്കി നിർത്താന്നുള്ള പ്ലാൻ പോലും വന്നത്. അതുവരെ എന്തുമായിരുന്നു? പ്രൊട്ടക്ഷനായിരുന്നു. അണ്ണ സിദ്ദിഖണ്ണനായിരുന്നു മെയിൻ കൊണാണ്ടർ, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുവായിരുന്നേ? അപ്പോൾ ആ പെൺകുട്ടിക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കരുത് എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം ഇവർക്ക് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യത്തെ അപമാനമാണ് സ്ത്രീ എന്ന നിലയിൽ. നമ്മളാണ് നമ്മുടെ സേഫ്നെസ് നോക്കേണ്ടത്. അത് വന്നാൽ നല്ലതാണ്, കാരണം ഒരു സേഫ്നെസ് ആണ്. പക്ഷേ സ്ത്രീകൾ സേഫ്നെസ് എന്ന് പറയുന്നത് ഇതിന് മാത്രം എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതിന് മാത്രം സേഫ്നെസ് അല്ലാതെ പറഞ്ഞറിയാം. അത് ആരുണ്ടാക്കണു? അതിപ്പോൾ ഈ കംപ്ലൈന്റ് കമ്മിറ്റി ഒന്ന് മാറുമോ? എനിക്ക് തോന്നുന്നു മാറുമെന്ന്. ഈ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പുറകേക്ക് എടുത്ത് നോക്ക്. ശരി, ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി 2 പേരെ ബലമായിട്ട് കൊണ്ടിട്ടാണ് അവർ കൊടുക്കുന്നത്. ശരിയാ, നമുക്ക് പറയാം, വാദിക്കാം, അവരെ കൂടെ നിൽക്കാം. ഇത് സ്വന്തം ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണം ഒരാൾ നടന്നു, അയാൾ പുറകെ പോയി ഹോട്ടൽ റൂമിലും പോയി അവിടെയൊക്കെ പോയി അമ്മയോ അച്ഛനോ ആരും അന്വേഷിക്കാതെ ധിക്കരിച്ച് ലിവിങ് ടുഗദർ ഇവിടെ നടക്കുന്നു. അവരെ തോന്നിവാസം കാണിച്ചിട്ട് നാളെ ഇത് എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളിനെ ഇതാക്കണേൻ്റെ എന്താ അർത്ഥമുള്ളത്? തിരിച്ച് ആണുങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഭാര്യയും അലിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ ഭാര്യ ഒരു പെണ്ണല്ലേ? ആ മോള് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളർന്നു വരില്ലേ? അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് വരില്ലേ? അപ്പോൾ ആണുങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലേ? സംഭവിച്ചു പോയി. നിങ്ങൾ എത്ര പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്? വാമേ നമുക്ക് പോകാമെന്ന് പറയാം, ചെയ്തൂടെ? ഇത് അമ്മയില്ല ആരുമില്ല, തോന്നിയ പോലെ ഇഷ്ടം പോലെ ആ സിംഗപ്പൂർ, അമേരിക്ക, ഗൾഫ് അവിടെയൊക്കെ കറങ്ങിയടിച്ച് വന്നേച്ചു എല്ലാം മേടിച്ച് പറ്റാം. ഞാൻ സ്ത്രീകളെ കുറ്റം പറയല്ല, തിരിച്ചു ഞാൻ പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് മേടിക്കുന്നുണ്ടാവും. സ്ത്രീകളെ കൊണ്ടുപോയി പക്ഷേ ഇതൊക്കെ മേടിച്ച് അവരെ പൈസ മേടിച്ചെടുത്ത് ഇതൊക്കെ കഴിഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തൂടെ? അത് നിങ്ങളങ്ങനെ പറഞ്ഞു ചെയ്യും. സത്യമായിട്ടും അവരെ സമ്മതിക്കണം കേട്ടോ. കുടുംബത്തിലെ ആണുങ്ങൾ ഇങ്ങനെ പോയി തെറ്റ് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി. അവരുടെ വീട്ടിലുള്ള കൊച്ചിന് വിഷമം വരത്തില്ലേ? അവരുടെ ഭാര്യയ്ക്ക് കുഴപ്പം വരത്തില്ലേ? അവൻ്റെ അമ്മയ്ക്ക് കുഴപ്പം. അവൻ്റെ പൾസർ സുനിയുടെ അമ്മയാണെന്ന് കരയണം, കണ്ടില്ലേ? അത് വിഷമല്ലേ? പൾസർ സുനിക്ക് ആറുതലായിട്ട് മോൾ അവിടെ പോയി ഇരിക്കുക, അതല്ലേ നല്ലത്? പോക്രത്തരം ആര് കാണിച്ചാലും അത് പോക്രത്തരം തന്നെയാണ്. എത്ര കൊലകൊമ്പനായിരുന്നാലും ശരി തന്നെ. നിനക്കൊരു നിമിഷം കൊണ്ട് പലതും തോന്നി നീ ഒരു പെണ്ണെ കയറി ബലാത്സംഗം ചെയ്താൽ ഇതുപോലെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മൂരാച്ചി പെണ്ണുങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ആണുങ്ങൾ വീണ്ടും തെറ്റ് ചെയ്യണം, വീണ്ടും ഈ മോശം ചെയ്യണം. ഇതിനെ ജനറലൈസ് ചെയ്യാനും ഇതിനെ ഓക്കെ എന്ന് പറയാനും ജസ്റ്റിഫൈ ചെയ്യാനും ഇതുപോലുള്ള കുറേ വാഴത്തോട്ടം പെണ്ണുങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തള്ളച്ചിയുടെ യഥാർത്ഥ രൂപം നിങ്ങളെന്ന് കാണിക്കണമെന്ന് തോന്നി. ഇത് മാത്രമല്ല കേട്ടോ, കുറേ അധികം പറയുന്നുണ്ട്. അവർക്ക് അച്ഛനില്ലേ, അവർക്ക് മകളില്ലേ, മകൾക്കൊരു കുഞ്ഞില്ലേ, മകളുടെ കുടുംബമില്ലേ, മകളുടെ കൂടോത്രമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹൈദരാലി സത്യത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂക്കകത്ത് കൃത്യമായി ചോദിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ പുള്ളി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവൾ സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഞാൻ അമ്മയ്ക്കൊപ്പമാണ്, അമ്മ എൻ്റെതാണ്, അമ്മയാണ് എന്നാണ് പറയുന്നത്. അമ്മ നിൽക്കുന്നത് എപ്പോഴും വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ള തെളിവ് കൂടെയാണ് പ്രിയങ്ക. എന്തുകൊണ്ടെന്നറിയാമോ? കാവേരിക്ക് നടന്നത് ഒരു ക്രൈമാണ്. അവളുടെ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്നും അത് ഞാൻ ക്രൈമിന് കൊടുത്ത് ക്രൈമിനെ കൊണ്ട് നിന്നെ മോശപ്പെടുത്തുമെന്ന് ഈ സ്ത്രീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തതിൻ്റെ പേരിൽ കാവേരി കൊടുത്ത കേസിൽ ഈ പെണ്ണുമ്പോൾ അറസ്റ്റായിട്ടുണ്ട്. എത്രയോ വർഷം അവൾ അതിനു വേണ്ടി വാദിച്ചിട്ടുണ്ട്. പിന്നെ തെളിവ് അങ്ങനെ ഒരു വാഴയ്ക്ക ഇല്ലാത്തത് കൊണ്ട് മാത്രം തൽക്കാലത്ത് ഇന്ന് അവളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തെളിവ് കൊടുക്കാൻ വൈകിപ്പോയി കാണും. അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ, ഉന്നതർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഇറങ്ങി വരുമല്ലോ. തള്ള മരിക്കണവരെ അവർക്ക് ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. ആരാണ് ഗണേശ്? ഗണേശൻ്റെ ചരിത്രം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ യാമിനി എന്തിനാ കരഞ്ഞുകൊണ്ട് പോയി നമ്മുടെ ഓസി പുണ്യാളിനെ കാണാൻ പോയത്? എന്തിനായിരുന്നു? ആരാണ് ഗണേശ്? സ്ത്രീ വേണ്ടല്ലെങ്കിൽ
നീ പാർട്ടിക്കാരിയായിട്ടിരുന്ന പാർട്ടിയെ പറയണമെന്ന് പറഞ്ഞിട്ട് വരണ്ട. ഇങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന പാർട്ടിയിലിരുന്നപ്പോഴാണ് ഗുണാഫിക്കേഷൻ. ഇപ്പോഴത്തെ അടക്കമൊക്കെ വന്ന ഈ പാർട്ടി വന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധതയെന്ന് പറയണേന്ന ബോധം പോലുള്ള അലക്കിയാണ്. ഈ WCC തുടങ്ങാനുണ്ടായ കാരണം പോലും വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഇരയെ അവഹേളിക്കുന്ന രീതി അമ്മ ഫോളോ ചെയ്തത് കൊണ്ടാണ്. ഇവക്കത് മനസ്സിലാവണം. വേട്ടക്കാരുടെ കൂടെയാണ്, വേട്ടക്കാരിയാണ്. ആര് വിളിച്ചാലും പോകും, ആർക്കൊപ്പം വേണമെങ്കിലും പോകും, എങ്ങനെ വേണമെങ്കിലും പോകും. പിന്നെ പരാതി പറയരുതെന്നുള്ള അവളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തമാണത്. നിങ്ങൾ പോയിട്ട് അത് പറയരുത്, അത് ശരിയാണ്, അതും എൻ്റെയും അഭിപ്രായമാണ്. നീയൊക്കെ പോകുമ്പോൾ നിനക്ക് എന്ത് ഉണ്ടാക്കി പിരിവെട്ടിയാ പറഞ്ഞുവിടായിരുന്നോ? പറയാതെ പിന്നീട് പറയുന്നതിനോട് യോജിപ്പില്ല തന്നെയാണ്, തർക്കമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെ അല്ലാത്തവർ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ? പെടലെന്ന് ഉദ്ദേശിച്ചത് മീൻസ് എവിടെയെങ്കിലും ഷൂട്ടിംഗ് വയ്ക്കുന്നു, ചിലപ്പോൾ അമ്മയൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ളിടത്ത് അറിയാതെ പെട്ടുപോയാൽ, റേപ്പ് ചെയ്യപ്പെട്ടാൽ, പുറത്തേക്ക് പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവിടുന്ന് സ്കിപ്പ് ചെയ്ത് സ്കൂട്ടായി മിണ്ടാതെ നിൽക്കുന്നവരുണ്ടാവത്തില്ലേ? അവർക്കൊരു പ്രചോദനമാവത്തില്ലേ? ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അവർക്ക് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ ഒരു സംഘടനയുണ്ട് എന്നറിഞ്ഞാൽ അവർ ഓപ്പണായിട്ട് പറയത്തില്ലേ? അങ്ങനെ പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കേസല്ല, അത് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സൗമ്യ, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംഘടന ഉണ്ടാക്കിയത്. അല്ലാതെ വേറെ രീതിയിൽ നടക്കുന്ന മൽഹാരണിയെ പോലുള്ള സംഗതികൾക്കല്ല ഈ ഒരു സംഗതി. അവരിതിനകത്തേക്ക് ഇടിച്ചു കുത്തി കയറിയത് പേയ്മെൻ്റ് അടിസ്ഥാനത്തിലാണ്. വരിക, 5-6 വായ്ത്താളം അടിക്കുക, 5-6 പേർക്കെതിരെ കുറേ അലിഗേഷൻ പറയുക, പിന്നീട് അവരെ കള്ളിയാക്കുക, ഇതിനൊക്കെ നല്ല പേയ്മെൻറ്റ് കിട്ടും. അതോടുകൂടി ഇതിനകത്തേക്ക് വന്ന എല്ലാ പെണ്ണുങ്ങളുടെയും ബാക്ക് സൈഡ് എടുക്കും എന്നുള്ള ആ ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോഴും ബോധമില്ലാത്ത മന്ദബുദ്ധികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ലൈംഗിക തൊഴിലാളികളാണെങ്കിൽ പോലും നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. അതാണ് ഇന്ത്യയുടെ നിയമം. അങ്ങനെയാണ്. വിമൻസിനാണ് റൈറ്റ്സ് കൂടുതൽ. ബിക്കോസ് അവരെ തബലകളായും ചബലകളായും ചെണ്ടയായും മാത്രം ഉപയോഗിക്കുന്ന ഒരു മെയിൽ ഷോവോണിസം ഇവിടെയുണ്ട്. അതിന് എഗൻസ്റ്റായിട്ട് ഇങ്ങനൊരു നിയമം ഇവിടെ വേണ്ടതാണ്. എന്നത് എടുത്തു കളയണോ അന്ന് ഇതും എടുത്തു കളയാം. അതുവരെ ഇതിവിടെ നിലനിൽക്കണോ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ തള്ളയെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് തള്ള ഭയങ്കരമായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വന്ന് പറയുന്നവരോടാണ്. ആരാണ് പ്രിയങ്കയെന്ന് ശരിക്കും നോക്കുക, ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് പറയുക. ഇവരുടെ പിന്നാമ്പുറങ്ങൾ, ഐ മീൻ ചിന്തയല്ല, പിന്നാമ്പുറങ്ങൾ, പഴയകാല ഇത് ഒന്ന് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം തീരാവുന്ന ബുദ്ധിക്കിഴപ്പേ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. അത് പറയാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച്.